എല്ലാവർക്കും രാവിലെ നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ എണീച്ചപ്പോൾ നമുക്ക് ചായക്കൊന്ന് വെക്കാൻ ചായ എന്നിട്ട് നമുക്ക് രാവിലത്തെ കാപ്പിക്കുള്ളത് ഒരുക്കാം. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ നമ്മൾ വെക്കുന്ന കടല നമുക്ക് ഇത് നാട്ടിലെ കടല, ഇവിടുത്തെ കടല കുഞ്ഞു കടല. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 3-4 ഉള്ളി ഒന്ന് പൊളിച്ച് അത് ഇട്ടിട്ട് നമുക്ക് ചായക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചായക്കുള്ള തേയില ചായ തിളയ്ക്കും. ചായ തിളച്ച് കുറച്ച് വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കും. കടലക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒരു ഉള്ളി എടുത്തരിഞ്ഞിടും. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി, പിന്നെ ഒരു ശകലം സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ഇത് അടച്ച് വെക്കാം. നമുക്ക് കടലയ്ക്ക് മഞ്ഞൾപ്പൊടി, ഒരു ശകലം മുളക് പൊടി ഇട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് സോഡാപ്പൊടിയും ചേർത്ത് വെക്കും. അപ്പം നമ്മുടെ ചായ എല്ലാം രാവിലെ റെഡി. ചായക്ക് ഞാൻ ഒരു ശകലം പഞ്ചസാരയും കൂടി ചായക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോഡാപ്പൊടി ഇടും. അപ്പം നമ്മളിതിനകത്തോട്ട് ഒരു ശകലം സോഡാപ്പൊടി ഇട്ടിട്ട്, സോഡാപ്പൊടി ഇട്ടാൽ കടല എളുപ്പം വീഴും. അതിനാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടാം. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ കുക്കറൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കാം. ഒരു 6-7 സീറ്റ് വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ ചായ ഇങ്ങോട്ട് ഊറ്റാം. ചായ ഊറ്റിയിട്ട് നമുക്ക് ചായ ഒന്ന് അടിച്ചെടുക്കാം. പണ്ട് ചായക്കടയിലൊക്കെ അടിക്കത്തില്ലേ, അതുപോലെ. ചായ ഇങ്ങനെ പതയണമെന്നാണ് എല്ലാവരും പറയുന്നത്. ചായ അടിച്ചിട്ട് നമ്മുടെ ചായ റെഡിയായിട്ട്. ഇവിടെ ഒരാൾക്ക് ഇത്തരം സ്റ്റീൽ ഗ്ലാസ്സിലേ ഒഴിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ചായ ഇങ്ങോട്ട് ഒഴിക്കും. കണ്ട ചായ പതഞ്ഞ് കണ്ട ചായ റെഡി. അപ്പം നമുക്ക് ചായ കൊടുക്കാം. അപ്പം നമുക്ക് രാവിലെ ഈ ആട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഗോതമ്പ് പൊടി. നമുക്കിതൊന്ന് പൊട്ടിച്ച് നമുക്ക് കുറച്ച് ആട്ട കുഴയ്ക്കാനെടുക്കാം. അപ്പം ഞാൻ അരി ഉഴുന്നും അരച്ച് വെച്ചിട്ടുണ്ട്, അത് കുഞ്ഞിന്. ഇവിടെ എല്ലാവർക്കും ഈ ചപ്പാത്തിയാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ആട്ട ഇങ്ങോട്ട് എടുത്തൊന്ന് കുഴയ്ക്കും. ഞാൻ ഈ കവറിലെ ആട്ടയാണ് ഇടയാട്ടത്, നല്ല ആട്ടയാണ്. നമ്മളിവിടെ മേടിക്കുന്ന ആട്ട. നമുക്ക് ഈ ആട്ട ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്കിതൊന്ന്
ഇതൊന്ന് നമുക്കിത് കുഴയ്ക്കണം. നമുക്ക് ഈ ആട്ടയ്ക്ക് ഒരു ശകലം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ആട്ടയൊന്ന് കുഴച്ച് നമ്മുടെ സീറ്റി അടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആട്ടയൊന്ന് കുഴച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആട്ടയെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കും. അപ്പം നമ്മുടെ കുക്കറൊന്ന് സീറ്റി അപ്പം ഞാൻ നിന്നൊന്ന് പിടിച്ച് വെക്കുക. അപ്പം നമ്മൾ ഒരു ശകലം സോഡാപ്പൊടി ഇട്ടുകൊണ്ട് എളുപ്പം ഇത് വേവുക. അപ്പം നമുക്ക് ആട്ടയെല്ലാം കുഴച്ച് വെച്ച് ഇനി നമുക്ക് ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കടല വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ഉണ്ട്, ഇത് പൊട്ടിച്ച് നമുക്ക് പിന്നെ ഇച്ചിരി കൂട്ടാം നരയ്ക്കാം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടോക്കി. നല്ല തേങ്ങ, ഇത് നാട്ടിലെ തേങ്ങായ. ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറിലെ അവർ നാട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് എനിക്ക് കൊണ്ട് തന്ന ഒരു തേങ്ങ. പക്ഷെ നല്ല അടിപൊളി തേങ്ങ, കൊച്ചു തേങ്ങയാണെങ്കിലും നല്ല തേങ്ങ ഉൾക്കട്ടി. ഇവിടെയാണ് ഇച്ചിരി വെള്ളം മതി, നമുക്ക് അവിടെ തുടങ്ങി. അപ്പോൾ ഇതൊന്ന് തിരുമ്മി നമുക്ക് എടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് തേങ്ങ ഇതിൽ നിന്ന് തിരുമ്മിയെടുക്കാം. അപ്പം നമ്മുടെ കടലയൊന്ന് നോക്കാം. കടല ഞാൻ നിർത്തി വെക്കും. അപ്പം കുറച്ച് തേങ്ങ മതി, ഇത്തിരിയുള്ളത്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് മുളകും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കിയെടുക്കാം. നമ്മുടെ ചിരവയും കൂടെ നമുക്കൊരു ചീനിച്ചട്ടി എടുക്കും. നമ്മുടെ കടലയാണ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഇപ്പത്തൊരു ഈ പാൻ വെച്ച് ഇതിനകത്തോട്ട് തീ ഒന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും നമ്മൾ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഒന്ന് ഇടാൻ ചൂടാക്കാം. മല്ലിപ്പൊടി കടലയാണ്, അതുകൊണ്ട് ഇച്ചിരി ഏറെ വേണം കേട്ടോ. അപ്പം നമ്മുടെ മുളക് പൊടി ഇവിടെയും കൂടെ നമുക്ക് ഒന്ന് ചൂടാക്കാം. ഇച്ചിരി പെരിഞ്ജീരകവും വേണം, നമുക്കത് എടുക്കാം. നമുക്ക് ഇതൊന്ന് ആദ്യം മുളകും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ രീതിയിലാണ്. ഇത് തന്നെ തേങ്ങ തന്നെ വറുത്തരച്ചും വെക്കാം. ഇതിപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും മൂപ്പിക്കുക. പിന്നെ നമ്മളൊരു ശകലം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മൾ കടല ഉപ്പും ഉള്ളിയും കൂടി ഇട്ടാൽ വേവിച്ചേക്കും. ഇത് നമുക്ക് മൂക്കണം, പച്ചച്ചവ മാറും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ശകലം പെരിഞ്ജീരകവും കൂടെ, ഒരു നുള്ളു പെരിഞ്ജീരകവും കൂടെ. നമുക്ക് ഗരം മസാല നമ്മൾ ഇറച്ചിക്കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് വേണമെന്നില്ല. എങ്കിലും ഞാൻ ഒരു രുചിക്ക് വേണ്ടി ഇച്ചിരി പെരിഞ്ജീരകവും ആ തേങ്ങയുടെ കൂടെ ഒന്ന് അരയ്ക്കാൻ
അപ്പം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായി. അത് നമുക്ക് ഈ തേങ്ങ ഇല്ലേ, ആ തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് ഇതിൻ്റെ പിഴുതങ്ങ് പോയി ഞാൻ പിടിച്ചു തന്നെ. അപ്പോൾ നമുക്ക് അതൊന്ന് ഇതിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരും. അപ്പം നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കറൊന്ന് നമുക്ക് നോക്കാം. കുക്കർ കുറച്ച് സീറ്റ് നമുക്ക് ഇച്ചിരി വെള്ളം ചീസിയിട്ട് ഒന്ന് മൊത്തം കളയും. അപ്പം നമുക്ക് നമ്മുടെ കടലയൊന്ന് നോക്കാം വെന്തിട്ടുണ്ട്. തവിയെടുത്ത് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കണ്ടോ സോഡാപ്പൊടി ഇട്ടത് കൊണ്ടാകണ്ട നമ്മുടെ കടല വെന്തേക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് വേവും കണ്ട വേണ്ട അല്ലേ വേവത്തിൽ ഒരു നുള്ളു സോഡാപ്പൊടി, ഒത്തിരി അല്ല, ഒരു നുള്ളു സോഡാപ്പൊടി അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടൊന്ന് കത്തിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തോട്ടിടാം. ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങിടുന്നത്. നമ്മൾ ആ അരപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ശകലം നേരം ഒന്ന് ഈ അരപ്പൊന്ന് തിളക്കട്ടെ. പിന്നെ അപ്പം നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ടിട്ട് വെച്ച് നമുക്ക് ഒരു ശകലം കടുക് ഇട്ട് പൊട്ടി. പിന്നെ നമുക്ക് കുറച്ചുള്ളി അതും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കടുക് വറുത്ത് ഇതിനകത്തോട്ടിടാം. നമുക്ക് 2 വറ്റൽമുളകും കൂടി. അപ്പം നമ്മുടെ കടുവും മുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം, കടലക്കകത്തോട്ട്. അപ്പം നല്ല അടിപൊളി കടല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബ്രെഡ് ഒന്ന് മൂപ്പിക്കാം കഴിക്കാനും. അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറിയും ബ്രെഡും അല്ല, റൊട്ടിയാ രാവിലെ ഉണ്ടാക്കണം. പിന്നെ അവൾക്ക് കടല ബ്രെഡ് മതിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബ്രെഡ് കൂടെ. അപ്പം കടല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കാം. അപ്പം കടലക്കൂട്ടാനെല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കടല വെച്ച് നോക്കണം. നല്ല അടിപൊളി കടലയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിൽ 2 ബ്രെഡ് ഒന്ന് ചൂടാക്കാൻ എടുക്കും. രാവിലെ ഒരു തിരക്കാണ്, ഭയങ്കര തിരക്കാണ് രാവിലെ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക്. എല്ലാവർക്കും പോകണം, അത് കാരണം. അപ്പം നമുക്ക് ഒരു ബ്രെഡ് 2 ബ്രെഡിന് ഒന്ന് ബ്രെഡ് ഒരു ശകലം നെയ്ക്കകത്ത് നമുക്ക് മുപ്പിച്ച് ആദ്യം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കുറേശ്ശെ നെയ്യ് ഒഴിക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചു നമുക്ക് ആവശ്യത്തും കൂടെ ഇച്ചിരി നെയ്യ് ഒഴിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കും. നമ്മുടെ ബ്രെഡ് മൊത്തം നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് കടലയും കൂടി ഇടും. അപ്പം നമ്മുടെ ബ്രെഡെല്ലാം നമുക്കിങ്ങോട്ട് നമ്മുടെ ബ്രെഡെല്ലാം ചൂടായി. നമുക്ക് കുറച്ച് കടലക്കറിയും കൂടി. നമുക്ക് കുറച്ച് കടലക്കറിയും ബ്രെഡും കൂടെ അവൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഓക്കെ. ആട്ടയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 റൊട്ടി 3 റൊട്ടി പരത്തി. അപ്പം നമ്മൾ
നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടേക്ക് നമുക്ക് 3 റൊട്ടി പരത്തിയെടുക്കും. അപ്പം ഞാനിങ്ങനെ എത്ര വേണമെന്നുള്ളതിൻ്റെ അതിൻ്റെ അറിഞ്ഞ് ഞാനിങ്ങനെ പരത്തി വെക്കും. അപ്പം നമുക്ക് റൊട്ടി ഒന്നുണ്ടാക്കിയാൽ നമ്മൾ ഇതും എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് ഞാനങ്ങ് കെടുത്തിയായിരുന്നു. ഇതൊന്ന് കത്തി നമ്മുടെ റൊട്ടിയൊന്ന് നമുക്ക് പരത്തും. അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരെണ്ണം കൂടെ അപ്പം നമുക്ക് ഈ വശം ഒന്ന് തിരിച്ചു. നമുക്ക് ആ റൊട്ടി ഒന്ന് പൊള്ളിച്ചെടുക്കും. നമുക്കൊരു ശാലം നെയ്ത് തൊട്ട് നമുക്കൊരു ബോയിൽ പേപ്പറിനകത്തോട്ട് പൊടി നമ്മുടെ ഒരു റൊട്ടി ഉണ്ടായി. നമ്മളിനിയും മറ്റേ റൊട്ടിയും കൂടെ നമുക്ക് വശം തെച്ചു. അപ്പോൾ അവർ രാവിലെ 3 റൊട്ടിയാണ് മോള് കൊണ്ടുപോകും. അപ്പം തീച്ചിരി കുറച്ചു. നാട്ടിലെല്ലാവരും പരത്തി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ അറിയത്തില്ല. ഞാൻ ഓരോന്നും പരത്തും, ഓരോന്ന് ചുടും. ഇവിടെ ഇവർ ഇന്ത്യക്കാർ ചുടുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂട് പോലെ ഇരുന്നോളും. ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെ. ഇവിടെ റൊട്ടി പൊള്ളിയ നമുക്കിത് അങ്ങോട്ട് ഇടും. വേണ്ട എണ്ണ എടുത്തോടെ നമുക്കതൊന്ന് അതിലൊരു ശാഖല എണ്ണ നമുക്കൊന്നിടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം 3 എണ്ണം മതി. മോള് 3 എണ്ണമാണ് കൊണ്ടുപോകുന്നത്. അവൾക്ക് 3 എണ്ണം ഉണ്ടാക്കി. ഇനി അച്ഛനുണ്ടാക്കണം. നമുക്ക് ഇതുകൂടെ ഒന്ന് തിരിച്ച് ഇപ്പം എൻ്റെ രാവിലെ ഞാൻ 6:30 ആകുമ്പോൾ എണ്ണിക്കുന്ന അന്നേരം തുടങ്ങുന്ന ജോലിയാണ്. രാത്രി 10-10:30 വരെ ഓരോരോ പണികളാണ്. അപ്പോൾ ഇനി കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണം. അപ്പം നമ്മുടെ റൊട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടോട്ട് ഇതിൽ ഇച്ചിരി നെയ്യ് പുരട്ടി ഇനി നമുക്ക് ഇതൊന്ന് പോകും. ഇവിടെയൊക്കെ ഉള്ളവർക്കുള്ള ഉച്ചക്കത്തെ ഇവിടെ ജോലി ആഹാരം കൊണ്ടുപോകുന്നതൊക്കെ കുറവാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ 3 റൊട്ടിയും കുറച്ച് കൂട്ടാനും മതി. നാട്ടിൽ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ എടുത്താണ്. ഇപ്പം രാവിലെ എല്ലാം റെഡിയായി. കണ്ട നമ്മുടെ ഇപ്പം രാവിലെ കണ്ടോ ഭയങ്കര ചൂടാണ്. നമ്മുടെ കുറച്ച് നേരത്തേക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് മൊബൈൽ അങ്ങ് വീണ് പോയി. അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് ലാസ്റ്റ് കുറേ ബ്ലാങ്കായി പോകുന്നു. അപ്പം നമ്മുടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി നമ്മളിനിയെല്ലാം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് ഓക്കെ ബൈ.